2026 വേൾഡ് കപ്പ് ഫൈനൽ നടക്കുന്ന മെറ്റ് ലൈഫ് സ്റ്റേഡിയത്തിന് മുമ്പിലാണ് ഞാൻ. മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ ഇനി ഫൈനലിന് വിസിൽ മുഴങ്ങാൻ. മലയാളികളായ ഒരുപാട് ഫാൻസ് ഇവിടെ ഉണ്ട്. കണ്ടാൽ തന്നെ അറിയാം അർജന്റീനൻ ഫാൻസ് ആണ് തോന്നുന്നു. ഇതിൽ കൂടുതൽ ഇനിയൊന്നും പറയാനില്ല. ഇതെല്ലാം നമ്മള് പല എനിക്കറിയാൻ പാടില്ല എന്തിനാണ് ബ്രസീലിന് ജേഴ്സിയിട്ട് ആൾക്കാർ എന്താണ് നിങ്ങളുടെ പ്രതീക്ഷ? എത്ര ഗോൾ അടിക്കും? 60 വർഷത്തിന് ശേഷമാണ് സ്പെയിനും അർജന്റീനയും ഏറ്റുമുട്ടുന്നത്. അതും ഇവിടെ ഈ സ്റ്റേഡിയത്തിൽ. നിങ്ങൾ ആരാണ് ഏറ്റവും കൂടുതൽ ഗോൾ അടിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നത്? ഈ ഓണത്തിനിടയ്ക്ക് പൂട്ടുവെച്ചോളൂ എന്ന് പറയുന്ന പോലെ ബ്രസീൽ ഫാൻസിനോട് വർഷങ്ങളായുള്ള ബ്രസീൽ ഫാനാണ് ഞാൻ ബ്രസീല് ഒരിക്കലല്ല നമുക്ക് അർജന്റീന തോക്കണം, അത് മാത്രമേ ഉള്ളൂ. മെസ്സി നല്ല കളിക്കാനാണ് ഇല്ലെന്ന് പറയുന്നില്ല, പക്ഷേ അർജന്റീന തോക്കണം. അർജന്റീന ഒരിക്കലും ബ്രസീലിന്റെ റെക്കോർഡുകൾ തകർക്കാൻ പാടില്ല. ഫുട്ബോൾ ഒരു വികാരമല്ലേ? അതെ. അല്ല നമുക്ക് ഞങ്ങൾ ഫൈനലിൽ വരുന്ന സമയത്ത് ഇത്രയും അർജന്റീന ഫാൻസ് ഞങ്ങൾ സപ്പോർട്ട് ചെയ്ത് നമുക്കറിയാം. നമ്മളെ സപ്പോർട്ട് ചെയ്യാതിരിക്കുന്നത് ഇംഗ്ലണ്ട് ഫാൻ കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കറുത്ത കന്നഡ വെച്ച് വന്നിരിക്കുന്നത്. കരഞ്ഞു മടുത്തു, നാളെയും കരയും. ഇതിനൊന്നും പറയാനില്ല. അർജന്റീന എവരി നോക്കൌട്ട് സ്റ്റേജിൽ ടൂ മച്ച് സ്ട്രെസ്സിലൂടെ പോയി അവര് എന്താ ഡയമണ്ടിനെ പോലെ അവരിങ്ങനെ എന്താ ഇമ്മൻ സ്ട്രെസ്സിലൂടെ പോയി അവര് വമ്പിച്ച ചാമ്പ്യന്മാരായിട്ട് നാളെ വരാൻ പോവാണ്. ഇംഗ്ലണ്ടിന്റെ തോൽവിയുടെ വിഷമം ഇതുവരെ മാറിയിട്ടില്ല. അത് കയ്യിൽ കിട്ടിയ ഒരു കളി കളഞ്ഞാണ്. പക്ഷെ അതിലും മെസ്സി എന്ന മാന്ത്രികന്റെ ഒരു മെസ്സിയുടെ കൂടെയാണ്. അല്ല ഇംഗ്ലണ്ട് തന്നെയാണ്, പക്ഷെ മെസ്സിനെ ഇഷ്ടമാണ്. ഫൈനലിൽ അർജന്റീന അതും നാളത്തോടെ തീരും. യമാല് നല്ലൊരു കളിക്കാരനാണ്, പക്ഷെ യമാലിന് സമയമുണ്ട്, വെയിറ്റ് ചെയ്യാൻ. ഈ വേൾഡ് കപ്പ് ഞാൻ ഒരു കാര്യം പറയാം. 2013 ബ്രസീൽ അർജന്റീന ഗെയിം ഞാൻ ഇതേ വേദിയിൽ വെച്ചാണ്. അന്ന് 5-4 അർജന്റീന ജയിച്ചു, മെസ്സിക്ക് ഹാട്രിക്. അതിൽ പോലെ എനിക്ക് വേറെ ഒരു ഗെയിമിന്റെ ഒരു കാഴ്ച തന്നെ കാണില്ല. അപ്പൊ ഇന്ന് വീണ്ടും നാളെ മെസ്സി അടുത്ത ഹാട്രിക്കോട് കൂടി 11 ഗോൾ അടിക്കുന്നതായിരിക്കും. ഇതാണ് മലയാളികളുടെ ആവേശം. കേരളത്തിൽ എന്ന പോലെ തന്നെ ന്യൂയോർക്കിലും അമേരിക്കയിലും ഇതാണ് ആവേശം. ഇനി 80,000 കാണികളുടെ ആർപ്പുവിളികൾ മുഴങ്ങാൻ മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. 50,000-ഓളം ഫാൻസ് സോൺ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. മെറ്റ് ലൈഫ് സ്റ്റേഡിയത്തിന് മുമ്പിൽ നിന്നും ന്യൂസ് 18 കേരളത്തിന് വേണ്ടി പ്രതാപ് ജയലക്ഷ്മി.